ഞാൻ ഇവരൊന്നും ഏജ് അല്ല, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം കേട്ടോ, എന്നെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാണ്. ഞാനൊരു സ്റ്റുഡൻറ്റ് മാത്രമല്ല, ഞാനൊരു മാതാവും കൂടിയാണ്. 4 മക്കളുടെ മാതാവാണ്. പിന്നെ ഞാൻ ധർമ്മഗിരി കോളേജിൽ BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. പിന്നെ നേരത്തെ മിസ് പറഞ്ഞല്ലോ, ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്, കൊതിയാവുകയാണ്. ഞാനും അതേപോലെ ഒരുപാട് കൊതിച്ചായിരുന്നു ആ കാലത്തിലേക്ക് തിരിച്ചു പോകണം. അതിൻ്റെ ഉറക്കം കെടുത്തിയിരുന്നു. അങ്ങനെ ഞാൻ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഞാൻ ആ ഇതിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ഭയങ്കര പ്രൗഡാണ്. എന്നുവെച്ചാൽ മാതാവായിട്ട് പഠിക്കുക എന്നുള്ളത് ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിട്ട് മക്കൾക്ക് എന്തെങ്കിലും ഒരു ചമ്മലുണ്ടാവുമോ, അവർക്ക് ഓരമ്മ പഠിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ. പക്ഷെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഓരോരോ ടീച്ചേഴ്സിനോടൊക്കെ പറയും, എൻ്റെ അമ്മ അങ്ങനെ പഠിക്കാൻ പോകണം, അപ്പോൾ എന്തുകൊണ്ടാണ് പാരൻസ് മീറ്റിങ്ങിന് വരാത്തത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, എൻ്റെ ഉമ്മക്ക് ക്ലാസ് ഉണ്ടെന്ന്, ക്ലാസ് കട്ട് ചെയ്യാൻ ഉമ്മ അങ്ങനെ ക്ലാസ് കട്ട് ചെയ്യാറില്ല എന്നൊക്കെ പറയല്ലോ. പിന്നെ ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു BA ഇംഗ്ലീഷിനും പിന്നെ ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് AI ആയിരുന്നു, ഇതും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന്. സത്യമായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ട്, എന്താണ് ഞങ്ങളെ കൊണ്ട് BA ഇംഗ്ലീഷുകാർ ഈ AI കൊണ്ട് എന്ത് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് വന്നപ്പോൾ മനസ്സിലായി കുറേ കാര്യങ്ങൾ നമുക്ക് സത്യം പറഞ്ഞാൽ സ്ലൈഡ് ഉണ്ടാക്കാനോ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ ഡിഗ്രി ചെയ്തിരുന്നു, പിന്നെ അത് ഡ്രോപ്പ് ചെയ്താണ്. പിന്നെ മൂത്താള് മോനാണ്, മോൻ്റെ പ്രസവത്തോടുകൂടി അങ്ങനെ അവിടെ ഇട്ടുവെച്ചായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ മോളും ഉണ്ടായി. അങ്ങനെ പഠനം നിർത്തി വെച്ചിരുന്നു. ആ സമയത്ത് ഞാൻ BCom ചെയ്യുന്നു. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു എൻ്റെ ഇതുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയായിരുന്നു, പക്ഷെ പിന്നെ ഉപയോഗിക്കാതായിട്ട് എല്ലാം മറന്നുപോയി. പിന്നെ എനിക്ക് ഇവരെ കൂടെ ഒക്കെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ അവരൊപ്പം എത്തൂലേ എന്ന് എപ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാഹ് അതൊന്നും പ്രശ്നം ഉണ്ടായില്ല, എല്ലാം ശരിയായിരുന്നു. പിന്നെ വെച്ചാൽ ഞാൻ എന്താണ് എൻ്റെ അംബീഷനെന്ന് ചോദിച്ചിരുന്നു. ആ അംബീഷൻ എന്താ വെച്ചാൽ ഒരു ടീച്ചറാവണം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. താങ്ക്സ്.